ഇന്നർ സർക്കിൾ ട്രേഡിംഗ്, സ്മാർട്ട് മണി കൺസെപ്റ്റ്, ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇതൊന്നും നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കില്ല. പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി അല്ല. ഇതൊരു മാർക്കറ്റ് റീഡിംഗ് ടൂൾ മാത്രമാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ മാത്രമാണ്. അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ക്ലോസ് ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വർഷം പ്രോഫിറ്റബിൾ ആക്കുന്ന സ്ട്രാറ്റജികൾ എപ്പോഴും ഒരു ഫ്രെയിം വർക്കിലായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. 5+1 പ്രോട്ടോകോൾ, 6+1 പ്രോട്ടോകോൾ, നിങ്ങൾ ഏത് രീതിയിലാണോ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിയിലെ ഒരു പ്രോട്ടോകോൾ മാത്രമായിരിക്കും ഈ പറഞ്ഞ ഇന്നർ സർക്കിൾ ട്രേഡിങ്ങോ, SMCയോ, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനോ, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഒക്കെ. നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ ഫ്രെയിം വർക്കിൽ അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രാറ്റജിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മിനിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർപ്പിക്കണം. ഒന്ന്, മാർക്കറ്റ് ബയാസ്; രണ്ടാമത്തത് ടൈം ഫ്രെയിം അലൈൻമെന്റ്; മൂന്നാമത്തത് എൻട്രി മോഡൽ. അവിടെയാണ് ഈ പറയുന്ന SMC വേണോ, ICT വേണോ, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വേണോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. നാലാമത്തത് റിസ്ക് മാനേജ്മെന്റ്. അഞ്ചാമത്തത് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്ന ടൈമിംഗ് അല്ലെങ്കിൽ സെഷൻസ്. ആറാമത്തത് എൻട്രി എക്സിറ്റ് റൂൾസ്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യത്തിനെയാണ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.